കൊല്ലത്ത് ഇടമുളയ്ക്കൽ ബാങ്ക് ക്രമക്കേടിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് സംശയിക്കുന്നതായി കോടതി. കൃത്യമായ വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കും. ഹർജി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. ബാങ്കിൽ സാമ്പത്തികമായിട്ട് ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില വിമർശനങ്ങളും പരാമർശങ്ങളും ഉണ്ടായിരിക്കുന്നത്. ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നുവെന്നുള്ള സംശയം ഉള്ളതായിട്ടാണ് ജസ്റ്റിസ് അമിത് റാവലിന്റെ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരെയാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. UDFന്റെ വിമതരാണ് ഈ സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. കേസിൽ എത്ര എഫ്ഐആറുകൾ ഇട്ട് എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ആരായുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. സുപ്രീം കോടതിയിൽ പോയി കാല് പിടിക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കേസ് EDക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ കേസ് കൈമാറിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കും കടക്കുമെന്നുള്ള മുന്നറിയിപ്പും ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ നിക്ഷേപ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിക്ഷേപകൻ നൽകിയ ഹർജിയിൽ EDയോട് ചില വിവരങ്ങൾ ഹൈക്കോടതി ആരാഞ്ഞത്. അതായത് ഈ സാമ്പത്തികമായിട്ട് ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കേസ് ഏറ്റെടുക്കാൻ EDയെ കൊണ്ട് സാധിക്കുമോ എന്നതിൽ നിലപാട് അറിയിക്കാനായിരുന്നു EDക്ക് നൽകിയ നിർദ്ദേശം. ഇക്കാര്യത്തിൽ കൂടുതൽ ഫയലുകളൊന്നും ലഭ്യമായി അല്ലാത്തതിനാൽ വിശദീകരണം നൽകാനായിട്ട് EDക്ക് കഴിഞ്ഞതുമില്ല. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഫയലുകൾ ലഭ്യമാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാട് ED അറിയിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ജസ്റ്റിസ് അമിത് റാവലിന്റെ ബെഞ്ച് ഈ നിക്ഷേപ തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിക്ഷേപം നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഒരു കെടുകാര്യസ്ഥ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഹൈക്കോടതി വിമർശന രൂപേണ പറഞ്ഞിട്ടുള്ളത്. ഈ ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുവെങ്കിൽ അതിലൊരു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.